ഡൽഹിയിൽ ചർച്ചിൽ കുരുത്തോല പ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട് അനുമതി കൊടുക്കാത്തതിനകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ചർച്ചകൾ സോഷ്യൽ മീഡിയ, മുഖ്യധാരാ മാധ്യമങ്ങളിൽ നടക്കുന്നു. അതങ്ങനെ നടക്കട്ടെ. സംഭവം അതല്ല. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ഒട്ടും ദഹിച്ചില്ല. പുള്ളിക്കാരൻ പറയാണ്, ഇത് മതനിരപേക്ഷതയ്ക്ക്, മതേതരത്വത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി. ഇങ്ങനെ ആരും ചെയ്യാൻ പാടില്ല എന്ന്. എൻ്റെ പൊന്നു CMA, ഒരല്പമെങ്കിലും ഉളുപ്പ് വേണ്ട ഇത് പറയുമ്പോൾ. നിങ്ങൾ ഈ നാട്ടിൽ വർഗീയത പറഞ്ഞ് നാക്ക് വെള്ളാപ്പള്ളി നടേശൻ അകത്തിടും മുമ്പേ ആലപ്പുഴയ്ക്ക് സ്റ്റേറ്റ് കാറിൽ പാഞ്ഞുപോയി ചാടിക്കേറി നടേശനെ ചെങ്കോട്, നെഞ്ചോട്, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പറഞ്ഞില്ലേ, ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന നേതാവ്. ഇത്രമേൽ പളുങ്ക് ഹൃദയമുള്ള ഒരു നേതാവുണ്ടോ? ഇങ്ങനെ SNDPയുടെ തലപ്പത്ത് 30 വർഷം തികച്ച വലിയ അത്യപൂർവ അത്ഭുതകരമായ നേട്ടം വഹിച്ച വെള്ളാപ്പള്ളി നടേശന് എൻ്റെ വിപ്ലവാഭിവാദ്യങ്ങൾ. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. PC ജോർജ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഓരോ നിമിഷവും വായെടുത്താൽ വർഗീയത, TV തുറന്നാൽ PC ജോർജിൻ്റെ ചീത്തവിളി. അങ്ങനെ പറയാവുന്നത് മുഴുവനും പറയാവുന്ന രീതിയിൽ ഈ കേരള നാട്ടിൽ വർഗീയത, ഈ നാട്ടിൽ ആർക്കും എന്തും എങ്ങനെയും പറയാം. ഒരു കാരണവശാലും ഇവിടെ ഒരു കേസ് ഉണ്ടാകുമെന്നോ ഒരു ലീഗൽ നടപടി ഉണ്ടാകുമെന്നോ ആർക്കും ഭയപ്പെടണ്ട. ഈ ചാനലിൽ ഇപ്പോൾ ഞാനിരുന്ന് ഇങ്ങനെ പറയുന്നില്ലേ, എനിക്കങ്ങോട്ട് തുപ്പാൻ വർഗീയത, ഒരു പ്രശ്നവുമില്ല. കാരണം കുറേ സോഷ്യൽ മീഡിയ, മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇങ്ങനെ ചിലപ്പോൾ ഒന്ന് ചർച്ച വന്നേക്കാം, ചിലപ്പോൾ സൈബർ സഖാക്കൾ എടുത്തൊന്ന് ഉടുത്തേക്കാം, ചിലപ്പോൾ BJPയുടെ സൈബർ വിങ്ങുകളൊന്ന് ആക്രമിച്ചേക്കാം. ഇതല്ലാതെ മറ്റൊരു തരത്തിലുമുള്ള ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ ആക്കി മെരുക്കി എടുത്തിട്ട് കൊടുത്തിരിക്കുന്നു ഈ നാടിനെ മിസ്റ്റർ പിണറായി വിജയൻ. നിങ്ങളുടെ കഴിഞ്ഞ 10 വർഷക്കാലം തൊട്ടടുത്തുള്ള കർണാടകയിൽ ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് കേരളത്തിലും കൂടുതൽ നടന്നുകൊണ്ടിരുന്നതാണ്. അതിനു വേണ്ടി പയ്യെ അതിനെ അവർ കടന്ന് കയറി ആക്രമിച്ച് ആ സർക്കാർ ഇപ്പോൾ ഹെയ്റ്റ് സ്പീച്ചിൻ്റെ റേഷ്യോ എടുക്കൂ നിങ്ങൾ. വളരെ ഹെയ്റ്റ് സ്പീച്ച് താന്നിരിക്കുന്നു. ഹെയ്റ്റ് സ്പീച്ച് നടക്കാത്ത സംസ്ഥാനമാണ് കർണാടക എന്നൊന്നും പറയുന്നില്ല. പക്ഷേ കർണാടകയിൽ ഹെയ്റ്റ് സ്പീച്ചിൻ്റെ ട്രെൻഡ്, റേഷ്യോ വളരെ വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ മാസത്തിൽ നിയമസഭയിൽ അവരൊരു ബില്ല് തന്നെ പാസ്സാക്കിയിട്ടുണ്ട് ഹെയ്റ്റ് സ്പീച്ചിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വലിയ രീതിയിൽ ഈ നാടിനെ ഹെയ്റ്റ് സ്പീച്ചിന് വിട്ടുകൊടുക്കുന്ന, ആർക്കും എന്തും പറയാവുന്ന രീതിയിൽ ഈ നാടിന് ഹെയ്റ്റ് സ്പീച്ചിന് ഇട്ടുകൊടുത്ത പിണറായി ഇങ്ങനെ കസേരമേൽ ഇരുന്നിട്ട് പറയാം, ഡൽഹിയിൽ കുരുത്തോല പ്രദർശനം നടത്താൻ വേണ്ടി അനുമതി കൊടുക്കാത്ത BJP സർക്കാർ ശക്തമായ രീതിയിലാണ് മതേതരത്തെ കൊന്നേക്കുന്നത്. നിങ്ങളൊന്ന് പോടാവേ, വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് നോക്ക്. കോമഡി പറയാതെ ഇങ്ങനെ